വറഹ്മത്തുള്ളാഹി തആല വബറകാതു. സർ സി.വി. രാമൻ, ഇന്ത്യയിൽ നിന്നും നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സി.വി. രാമനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി പ്രദേശത്താണ് സി.വി. രാമൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്കൂളിലെ സയൻസ് ടീച്ചറായിരുന്നു. മാതാവും അറിവും വിവരവും വിദ്യാഭ്യാസവുമുള്ള മഹതിയായിരുന്നു. ചെറുപ്പത്തിലെ സി.വി. രാമന് സയൻസിലും മാത്തമാറ്റിക്സിലും മ്യൂസിക്കിലും നല്ല കമ്പമുണ്ടായിരുന്നു. ഒരുപാട് ഉപകരണങ്ങൾ കേൾക്കാനും അതിൻ്റെ തരംഗങ്ങൾ, ശബ്ദതരംഗങ്ങളെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതിന് പുറമെ ചിത്രശലഭങ്ങൾ, കല്ലുകൾ, പുഷ്പങ്ങൾ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഹോബിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1928 അദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടക്കുന്നത്. അഥവാ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ തരംഗങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആറ്റം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് പ്രകാശകിരണങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ലോകത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെ നടത്തി. 1929 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സർ പദവി നൽകി. 1930 അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടുകയും ചെയ്തു. 1954 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് ഏറ്റവും വിശിഷ്ട പുരസ്കാരമായിട്ടുള്ള ഭാരതരത്ന നൽകി അദ്ദേഹത്തെ പ്രകീർത്തിച്ചു. 1970 നവംബർ 21 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാൻ വായിക്കാം. ജനൂബ്, സൗത്ത്, ദറിയ നദി, കിനാരെ തീരം, ഖസ്ബ ചെറിയ പട്ടണം, ഹിസാബ് മാത്തമാറ്റിക്സ്, ഖാത്തൂൻ വനിത, അഥർ സ്വാധീനം, മിഹ്നത്തി പരിശ്രമശാലി, ദഹീൻ ബുദ്ധിമാൻ, നത്തീജ റിസൾട്ട് ഗഹരി ആഴത്തിലുള്ള, ദിൽചസ്ബി ആഗ്രഹം, ഉക്താന അലസത കാണിക്കുക, ടഹർന നടക്കുക, ആദത് ചര്യ, കോശിഷ് കർണ പരിശ്രമിക്കുക, ധുൻക പക്ക ആഗ്രഹങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യുന്ന, പാബന്ദ് കൃത്യസമയം പാലിക്കുന്ന, വക്തിക പാബന്ദ്, സാസ് ഉപകരണങ്ങൾ, ലഹര തരംഗങ്ങൾ, മുതവജ്ജ കർണ തിരിയുക, തെജ്രിബ പരീക്ഷണം, ഖീഞ്ചിന ആകർഷിക്കുക, തിത്തിലി ചിത്രശലഭം, ഫത്തർ കല്ല്, മദദ് സഹായം, ദറാത്ത് ആറ്റം, ഖൂജ് കുതിച്ചുചാട്ടം, കാമിയാബി നേട്ടം, ഖിതാബ് പദവി, നവാസജാന നൽകുക, ഫുറോ ശാഖ, പൂഞ്ചി മൂലധനം, തജ്രിബാഗ പരീക്ഷണശാല, ഫീസുദ് ശതമാനം, സപൂത്ത് വിജയ്, റൊഹ്സത്ത് ഹോന മരണപ്പെടുക, പൈഗാം സന്ദേശം. വായിക്കാം. കാവേരി ജനൂബി ഹിന്ദുസ്ഥാൻ കാ മഷ്ഹൂർ ദറിയ ഹൈ. കാവേരി എന്ന നദി നമുക്കറിയാം. അപ്പോൾ കാവേരി നദി ജനൂബി ഹിന്ദുസ്ഥാൻ കാ ദക്ഷിണേന്ത്യയിലെ മഷ്ഹൂർ ദറിയ ഹൈ, പ്രസിദ്ധമായിട്ടുള്ള നദിയാണ്. ഇസ് ദറിയാക്കെ കിനാരെ, ഈ നദിയുടെ തീരത്ത്, ഏക് കസ്ബ, ഒരു ചെറിയ പട്ടണം, തിരുച്ചിറപ്പള്ളിയാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഈ ഒരു നദീതീരത്ത് ചെറിയൊരു പട്ടണമാണ്. ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ, അദ്ദേഹം ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ 7 നവംബർ 1888 1888 നവംബർ 7 ഇസി കസ്ബാമ, ഈ ഒരു ഗ്രാമത്തിൽ പൈദാ ഹുയെ ജനിച്ചു. ഉൻകെ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രശേഖർ അയ്യർ, ഏക് സ്കൂൾ മേ, ഒരു സ്കൂളിൽ സയൻസ് ഔർ ഹിസാബ് കെ, സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ഉസ്താദത്തെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് പാർവതി അമ്മാൾ, പാർവതി അമ്മാളും പഠി ലിഖി ഖാത്തൂൻ തി, പഠിച്ച എഴുതാനറിയുന്ന ഖാത്തൂൻ തി സ്ത്രീയായിരുന്നു. ഖെരീലു മാഹൗൽ, ഖെരീലി മാഹൗൽ കാ അസർ, വീട്ടിലെ കാര്യങ്ങളുടെ സ്വാധീനം, വെങ്കിട്ടരാമൻ പർ ഭി പട, വെങ്കിട്ടരാമനിലും വന്നു ചേർന്നു. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവരുടെ സ്വാധീനം ഇദ്ദേഹത്തിലും ഉണ്ടായി. അദ്ദേഹം ബച്പൻ സെ ഹി, കുട്ടിക്കാലം മുതലേ, ബഡേ മെഹിനത്തി, വളരെ പരിശ്രമശാലിയും, ഔർ ദഹീൻത്തെ, വളരെ ബുദ്ധിമാനുമാണ്. ജിസ്കാ നതീജാത്ത, അതിൻ്റെ ഫലമായിരുന്നു എന്തെന്നാൽ, അദ്ദേഹം ഹർ ജമാഅത്ത് മേ, എല്ലാ ക്ലാസ്സിലും അവ്വലായ 1ാം സ്ഥാനത്ത് വന്നു. ബച്പൻ ഹി സെ, കുട്ടിക്കാലം മുതലേ, സയൻസിൽ രാമന് ഗഹരി ദിൽചസ്ബി ഥി, ആഴത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നു.
വോ അദ്ദേഹം കാം കർണേ സേ ഭി ന ഉക്താത്തെ തേ, കാം കർണേ സേ ഭി ജോലി ചെയ്യുന്നതിൽ നിന്ന് ന ഉക്താത്തെ തേ, ഒരിക്കലും മടുപ്പ് വിരസത അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, മടിയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. സുബഹ് സവേരെ, സുബഹിക്ക് പ്രഭാതത്തിൽ നേരത്തെ ഉഠന എണീൽക്കുക, ഓർ കുച്ച്ദേർ എന്നിട്ട് കുച്ച്ദേർ കുറച്ച് സമയം ടഹൽന നടക്കുക, ഉൻകി ആദത്മേ ഇത് ഉൻകി ആദത്മേ അദ്ദേഹത്തിൻ്റെ ചര്യയിൽ ഷാമിൽത്തെ പെട്ടതായിരുന്നു, ഷാമിൽത്ത. ഓ എക് അച്ചേ ഉസ്താദ് ബി ഥേ, വോ അദ്ദേഹം ഒരു അച്ചേ ഉസ്താദ് ബി ഥേ ഒരു നല്ല അധ്യാപകന് കൂടിയായിരുന്നു സി വി രാമൻ. അപ്പനെ ത്വാലിബെ ഇൽമോൻ കാ തൻ്റെ വിദ്യാർത്ഥികളെ ബഹോത് ഖയാൽ രഖ്തേ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഖയാൽ രഖ്ന ശ്രദ്ധിക്കുക. വോ സി വി രാമൻ ഉൻകി അവരുടെ ഹർ മുഷ്കിൽ കോ എല്ലാ പ്രശ്നങ്ങളെയും ദൂർ കർണേക്ക് വിദൂരത്താക്കാൻ കോശിഷ് കർത്തേത്തെ പരിശ്രമിച്ചിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു, തൻ്റെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ. വോ സി വി രാമൻ അപ്നി ധുൻകെ പക്കെ, ധുൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, പക്ക പറഞ്ഞാൽ ദൃഢനിശ്ചയത്തോടു കൂടി, അപ്പോൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ദൃഢനിശ്ചയത്തോടു കൂടെ പോകുന്നവനായിരുന്നു അദ്ദേഹം. ആർ വക്ത് കെ പാബന്ദീത്തി, വളരെ കൃത്യസമയം പാലിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. രാമൻ കി മ്യൂസിക്കി സെ ഭി ഗഹരി ദിൽചസ്പി തീ, രാമന് മ്യൂസിക്കി സെ ഭി മ്യൂസിക്കിലും ഗഹരി ദിൽചസ്പി തീ നല്ല താല്പര്യമുണ്ടായിരുന്നു. മുഖ്തലിഫ് കിസ്ം കെ വ്യത്യസ്ത തരത്തിലുള്ള സാസോക്കോ ഉപകരണങ്ങളെ സുന്നേക്ക അത് കേൾക്കൽ ഉനെ അദ്ദേഹത്തിന് ബഹുത് ഷൗഖത്ത വളരെ ആഗ്രഹമുണ്ടായിട്ടുള്ള കാര്യമായിരുന്നു. മ്യൂസിക്കിക്ക് ഇസി ഷൗക്കനെ ഇതേ താല്പര്യം തന്നെ ആവാസ് കി ലഹരോं की तरफ भी ശബ്ദ തരംഗത്തിലും ഉനെ മുതവജ്ജിയ അദ്ദേഹത്തെ മുന്നിടിച്ചു. മ്യൂസിക്കിലുള്ള ഈ ഒരു താല്പര്യം ശബ്ദത്തിൻ്റെ തരംഗങ്ങൾക്ക് നേരെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുന്നിടിച്ചു. ആകെ ചെൽക്കർ മുന്നോട്ട് പോയിട്ട് ഉനോനെ അദ്ദേഹം ആവാസ് സെ മുതഅല്ലിഖ് ശബ്ദവുമായി ബന്ധപ്പെട്ട് ബഹുത് സെ തജ്രിബെ കിയെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു. രാമൻ കാ ദിൽ, രാമൻ്റെ മനസ്സ് ബച്പൻ സെ ഹി കുട്ടിക്കാലം മുതലേ രംഗോ റോഷനിക്ക് നിറങ്ങളുടെയും, റംഗ് എന്ന് പറഞ്ഞാൽ നിറം, റോഷിനി എന്ന് പറഞ്ഞാൽ പ്രകാശം, അപ്പോൾ നിറങ്ങളുടെയും പ്രകാശത്തിൻ്റെയും തൊറഫ് നേരെ ഖീഞ്ച് താത്ത ആകർഷിക്കപ്പെട്ടിരുന്നു. രംഗ് ബറംഗെ ഫൂലോ വ്യത്യസ്ത നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ, തിത്തിലിയോ ചിത്രശലഭങ്ങൾ, ഓർ പത്രോ കല്ലുകൾ, കോ ജമാ കർണ ഇവയൊക്കെ ഒരുമിച്ച് കൂട്ടൽ അദ്ദേഹത്തിന് ബഹുത് പസന്ദത വളരെ താല്പര്യമായിരുന്നു. ഉനോനെ അവർ ഉൻപർ തജ്രിബാത് ബി കി, അതിൽ ഒരുപാട് പരീക്ഷണങ്ങളും ചെയ്തു. ഓക്കെ, അങ്ങനെ 1928 ഫെബ്രുവരി 28 കോ ഉനോനെ അദ്ദേഹം അപ്നെ തജ്രിബോं की मदद से തൻ്റെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് സഹായകമായിട്ട് സാബിത് കർ ദിയ ഇത് ഉറപ്പിച്ചു. എന്തെന്നാൽ റോഷ്നിക്ക് കിരണേ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ലഹരോൻ സെ നഹി തരംഗങ്ങൾ കൊണ്ടല്ല, ദർറാസ് സെ ബനി ഹുയി ഹെ ദർറാസ് സെ ആറ്റം കൊണ്ട് ബനി ഹുയി ഹെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സയൻസ് കി ദുനിയാമേ സയൻസിൻ്റെ ലോകത്ത് ഇത് ഒരു ബഡി ഖൂജ്തി വലിയ മുന്നേറ്റമായിരുന്നു. രാമൻ കി ഇസ് അസീം കാമിയാബി പർ രാമൻ്റെ ഈ അസീം കാമിയാബി പേർ വലിയ നേട്ടത്തിൽ 1929 ഹുക്കൂമത്തെ ബരീത്വാനിയാന ബ്രിട്ടൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് സർ ഖിതാബ് ദിയ പദവി നൽകി. 1930 ദുനിയാക്കെ സബ്സെ ബഡെ ഇനാം ദുനിയാവിലെ ലോകത്തിലെ സബ്സെ ബഡെ ഏറ്റവും വലിയ ഇൻആം പുരസ്കാരമായിട്ടുള്ള നോബൽ സമ്മാനം നവാസാക്കിയ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ബച്ചോ കുട്ടികളെ, നിങ്ങൾക്ക് സുൻകർ ഇത് കേട്ടിട്ട് തഅജ്ജുബ് ഹോഗ അത്ഭുതമുണ്ടാകും. എന്തെന്നാൽ ഉനോനെ അദ്ദേഹം ഈ കാമിയാബി ഈ നേട്ടങ്ങൾ സിർഫ് 300 രൂപയ്ക്ക് ആലാത് സെ 300 രൂപയ്ക്ക് അഥവാ 300 രൂപയുടെ ആലാത് സെ ഉപകരണങ്ങൾ കൊണ്ട് തജ്രിബ കർക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഹാസിൽ ഘീ കരസ്ഥമാക്കിയത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും. അദ്ദേഹം ഈ നേട്ടങ്ങളൊക്കെ നേടിയത്
വെറും 300 രൂപയുടെ ഉപകരണങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയാണ്. ഹിന്ദുസ്ഥാൻ में ഇന്ത്യയിൽ സയൻസ് കെ ഫുറോഗ് കെ ലിയെ സയൻസിൻ്റെ ശാഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ സാരി ഫൂഞ്ചീസെ തൻ്റെ മുഴുവൻ മൂലധനവും കൊണ്ടും തൻ്റെ മുഴുവൻ ക്യാപിറ്റൽ കൊണ്ടും ഒരു തജ്രിബ ഗാഹ് ഖായിം കി, ഒരു പരീക്ഷണശാല ഖായിം കി നിർമ്മിച്ചു. ജിസ്നെ അത് ആകെ ചൽക്കർ കാലങ്ങൾ മുന്നോട്ട് പോയിട്ട് അഥവാ കുറേ കാലത്തിന് ശേഷം ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് നേടുക. ഹുക്കൂമത്ത് ഹിന്ദിനെ ഇന്ത്യൻ ഗവൺമെൻറ് 1954 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി. ഇസിലിയെ അതുകൊണ്ട് തന്നെ ഹർസാൽ എല്ലാ വർഷവും 28 ഫെബ്രുവരിക്ക് നമ്മൾ സയൻസ് ഡേ മനാത്തെ ആചരിക്കുന്നു. ഓക്കെ, ക്യൂങ്കെ എന്തെന്നാൽ ഈയൊരു ദിവസം രാമൻ കി കാമിയാബി കെ സാത്ത് രാമൻ കി, കാരണം ഇത് ആചരിക്കാൻ അങ്ങനെ സയൻസ് ഡേ ആയി ഇന്ത്യ ഈയൊരു ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ക്യൂങ്കെ എന്തെന്നാൽ ഈയൊരു ദിവസം രാമൻ കി കാമിയാബി കെ സാത്ത് രാമൻ്റെ നേട്ടത്തോടൊപ്പം സയൻസ് കി ദുനിയാമേൻ സയൻസിൻ്റെ ലോകത്തിൽ ഇന്ത്യയും और हिंदुस्तान के साइंसदानों की भी कामयाबी का दिन है. ഹിന്ദുസ്ഥാൻ കെ സയൻസ്ദാനോ കി, ഇന്ത്യയുടെയും ഇന്ത്യക്കാരായ സയൻറ്റിസ്റ്റുകളുടെയും ഭി കാമയാബി കാ ദിൻ ഹേ, അവരുടെയും നേട്ടത്തിൻ്റെ ദിവസമാണ് ഈ ഒരു ദിവസം. അതുകൊണ്ടാണ് സയൻസ് ഡേ ആയിട്ട് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു നേട്ടം കിട്ടി, നോബൽ പ്രൈസ് കിട്ടി. അതിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരുടെയും ഇന്ത്യയിലെ മുഴുവൻ സയൻറ്റിസ്റ്റുകൾക്കും ഈ ഒരു നേട്ടം ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. മൗസെ കുച്ച് ദിനോ പഹലെ, മരണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് രാമൻ അപ്നെ ഡാക്ടർ സെ കഹാത്ത, തൻ്റെ ഡോക്ടറോട് കഹാത്ത പറഞ്ഞിരുന്നു, ഞാൻ 100% കാം കർണേ വാലി ജിന്ദഗി, 100% ജോലി ചെയ്യുന്ന ആ ഒരു ജീവിതം ഗുസാർനേമേ, ജീവിക്കുന്നതിൽ യഖീൻ രക്താഹു, വിശ്വസിക്കുന്നു. അപ്പോൾ 100% എന്ത് ചെയ്യുക? പരിശ്രമിക്കുക, 100% ജോലി ചെയ്യുക, അങ്ങനെ ജീവിതം നയിക്കുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 21 നവംബർ 1970 നവംബർ 21 ഭാരതത്തിൻ്റെ അസീം സപൂത്, ഈ വലിയ മഹാനായ ഈ ഒരു മനുഷ്യൻ ഹംസെ നമ്മളിൽ നിന്നും റുഖ്സത്ത് ഹോഗയ, മരണപ്പെട്ടു. ഉൻകി ജിന്ദഗി, അദ്ദേഹത്തിൻ്റെ ജീവിതം ആജ് ബി, ഇന്നും നമ്മൾക്ക് അമൽക്ക, പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പയഗാം ദേത്തി ഹേ, സന്ദേശം നൽകുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രവർത്തനങ്ങൾ നൽകാനുള്ള ഒരു ഊർജ്ജമാണെന്നർത്ഥം. ഓക്കെ, ഇതിലെ ചോദ്യോത്തരങ്ങൾ. ചന്ദ്രശേഖർ വെങ്കട്ടരാമൻ കഹാ പൈദാ ഹുയെ, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ചന്ദ്രശേഖർ വെങ്കട്ടരാമൻ തിരുച്ചിറപ്പള്ളി മേ പൈദാ ഹുയെ. അതാണ് ഉത്തരം. രാമനെ കിൻ ചീസോ പെർ തജ്രിബ കിയെ, രാമൻ ഏതൊക്കെ വസ്തുക്കളിലാണ് പരീക്ഷണം നടത്തിയത്? ഉത്തരം, രാമനെ ഫൂലോ തിഥിലിയ ഓർ പത്തറോ പെർ തജ്രിബെ കിയെ. 3, രാമൻ കി സബ്സെ ബഡെ ഖൂച്ച് ഖ്യാതി, എന്തായിരുന്നു രാമൻ്റെ മുന്നേറ്റം? അപ്പോൾ രാമൻ കി സബ്സെ ബഡെ ഖൂച്ച് യേ थी कि वो ये साबित कर दिया कि रोशनी की किरणें लहरों से नहीं ज़र्रात से बनी हुई. അതാണ് ഉത്തരം. 4, हुकूमत हिंद ने रामन को कौन सा इनाम दिया? हुकूमत ഇന്ത്യൻ ഗവൺമെൻറ് രാമൻ ഏത് പുരസ്കാരം നൽകി? ഉത്തരം, हुकूमत हिंद രാമൻ को भारत रत्न का इनाम दिया. 5, ഹം സയൻസ് ഡേ കപ്പ് മനാത്തെ, എപ്പോഴാണ് സയൻസ് ഡേ ആചരിക്കുന്നത്? ഉത്തരം, ഹം സയൻസ് ഡേ ഫെബ്രുവരി 28 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ആചരിക്കുന്നു. അവസാനത്തത്, രാമൻ കി ദിൽചസ്പി കിൻ ചീസോംബെ, രാമൻ്റെ ആഗ്രഹങ്ങൾ താല്പര്യം ഏതൊക്കെ വസ്തുവിലായിരുന്നു? ഉത്തരം, രാമൻ കി ദിൽചസ്പി സയൻസ് और म्यूजिक में थी. ഉത്തരം. ഓക്കെ, ഇനി അടിയിൽ ഇൻ ജുംലോ സഹി ലഫ്സോ മുക്കമ്മൽ കീജിയെ, ജുംലയിൽ അവിടെ ഏതാണോ ടഹൽന എന്നാണോ ആരാം കർണ എന്നാണോ വെക്കേണ്ടത് അത് നിങ്ങൾ വെച്ചെടുക്കാം. സുബഹ് സവേരെ ഉഠ്ന और कुछ देर टहलना, അറിയില്ലേ? അതുപോലെ ബാക്കിയുള്ള വെച്ചെടുക്കുക. ഇനി ജമ്മ മുഫ്രദാണ്. ആലത്ത് മുഫ്രദ് ആലാത്ത്, ജമ്മ് മുഫ്രദ് ആലത്ത്. തജ്രിബാത്ത് തജ്രിബ, മുഷ്കിലാത്ത് മുഷ്കിൽ, ഇൻആമാത്ത് ഇൻആം, ദർറാത്ത് ദർറ, ഖസ്ബാത്ത് ഖസ്ബ,
ആദാത്ത് ആദത്ത്, ഖിതാബാത്ത് ഖിതാബ്. ഓക്കെ, ഇനി അടിയിലുള്ള വാക്കുകളെ ജുംലയിൽ പ്രയോഗിക്കുക. ഖാത്തൂൻ ജമാഅത്ത് തജ്രിബ ആദത്ത് മ്യൂസിക് ഷൗഖ്. ഓക്കെ, പഠിയെ സംജിയെ ഔർ ലിഖിയെ. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഖിതാബ് ദിയ, നവാസ ഗയ, ഇങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ അടിയിലുള്ള വാക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാലി ഏതാണോ അത് നിങ്ങൾ എടുത്തെഴുതുക. മനസ്സിലായോ? നീച്ചെ ദിയെ ജുംലോം സെ ഫിയൽ മാസി ചുൻകർ ഖാത്തൂൻ ഖാനോമേ ലിഖിയെ. ആ ഒരു കള്ളിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മാലി എടുത്തിട്ട് അതിൽ എഴുതുക. ഇനി ഇതിൻ്റെ ഈ വാക്കുകളുടെ ഓപ്പോസിറ്റ് എഴുതാനാണ്. അവൽ, ആഖിർ, സുബഹ്, ഷാം, അച്ച, ബുര, പക്ക, കച്ച, ഉഠന, ബൈഠന, ദിൽചസ്പ്, നഫറത്ത്, റോഷ്നി, അന്ധേരി അല്ലെങ്കിൽ അന്ധേര. ഓക്കെ, അതാണ് ഉത്തരം. ഇനി പഠിയെ അവർ യാദ് കീജിയെ. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ചന്ദ് യാദ് ഫെബ്രുവരി 28 സയൻസ് ഡേ ആണ്. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. അതുപോലെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഈ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ബുലന്ദ് ആവാസ് സെ പഠിയെ ഓർ ഖുശ് ഖത്ത് ലിഖിയെ എന്നുള്ള കൈക്ഷരത്തോടു കൂടി എഴുതുകയും ചെയ്യുക. പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.